ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 2 ദിവസമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ജലദോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുത്തു വെച്ചിരുന്നു. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗണ്ട് ശരിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഇന്ന് നമുക്ക് 2 മിൽക്കി നട്ട്സ് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. രണ്ടും 1 kg തന്നെയായിരുന്നു. ഒന്ന് റൗണ്ടിലും ഒന്ന് സ്ക്വയറിലുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പാലില് ഷുഗറും കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്തിട്ടുള്ള സിറപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷും കണ്ടൻസ്ഡ് മിൽക്കും വൈറ്റ് ചോക്കോ ചിപ്സും കാഷ്യൂ ബദാമുമാണ്. അപ്പോൾ ഈ കേക്ക് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് എൻ്റെ അടുത്ത് മുന്നേ കേക്ക് വാങ്ങിച്ചിട്ടുള്ള സിൻഷ എന്ന് പറയുന്ന ഒരു കുട്ടി നമ്പർ കൊടുത്തിട്ടാണ് ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്കിന്റെ ഓർഡർ തന്ന ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു കേക്കിൽ ഒരു താമര കൂടി ഉൾപ്പെടുത്തണം എന്ന്. പക്ഷെ ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല, കാരണം താമര വരക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. അപ്പോൾ സക്സസ് ആവോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഓക്കെ എന്നും പറഞ്ഞില്ല, നോ എന്നും പറഞ്ഞില്ല. സാധാരണ വിപ്പിംഗ് ക്രീമും മാത്രം ചെയ്ത കേക്ക് ആണെങ്കിൽ നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ട് വരഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. പക്ഷെ ഇത് ഗണേശ വെച്ചിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് താമര വരക്കാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു, എങ്കിലും ഒരുവിധം ഞാൻ ഒപ്പിച്ചെടുത്തു. താമര ഇത്ര റെഡി ആയിട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സിൻഷന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു താമര ആയതുകൊണ്ടാണ് നീ സ്റ്റാറ്റസ് ഇടാഞ്ഞതെന്ന്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇത് നമ്മുടെ ജോലി ആയതുകൊണ്ട് കസ്റ്റമറുടെ ഇഷ്ടമാണ് നമുക്ക് പ്രധാനം. കസ്റ്റമറുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ഭംഗിയായി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ 2 കൈകളുടെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മോന്റെ സംഗീത ക്ലാസ്സിന് വേണ്ടി പോയി. അത് കഴിഞ്ഞ് നേരെ അവന്റെ മുടി മുറിക്കാൻ പോയി. മുടിയൊക്കെ മുറിച്ച് വന്ന് കുളിപ്പിച്ച് അവനെ സുന്ദരക്കുട്ടപ്പനാക്കി നിർത്തിച്ചതിന് ശേഷമാണ് അടുത്ത കേക്കിന്റെ വർക്ക് തുടങ്ങുന്നത്. ഈ കേക്കിന്റെ ഓർഡർ തന്നിട്ടുള്ളത് കല്ലായിലുള്ള നീലു എന്ന് പറയുന്ന കുട്ടിയായിരുന്നു. അപ്പൊ ഇതിന്റെ ക്രം കോട്ടൊക്കെ തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. വൈറ്റ് ആൻഡ് ലാവൻഡർ കളറിൽ ബട്ടർഫ്ലൈ തീമിലാണ് കേക്ക് ചെയ്യേണ്ടിയിരുന്നത്. 3 kg വെയിറ്റ് വരുന്ന പിസ്ത കേക്കിലായിരുന്നു ഈ 2 ടയർ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു 1 kg സ്ക്വയറിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൂടി ഉണ്ടായിരുന്നു. ഈ കസ്റ്റമർ എൻ്റെ അടുത്ത് നിന്ന് ഫസ്റ്റ് ടൈമാണ് കേക്ക് വാങ്ങുന്നത്. എൻ്റെ അടുത്ത് നിന്ന് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ചേട്ടനാണ് ഇവർക്ക് നമ്പർ കൊടുത്തത്. ആദ്യമൊക്കെ ഇതുപോലെ ഒറ്റ കേക്കിൽ തന്നെ 2 കളർ ചെയ്യേണ്ടപ്പോൾ പൈപ്പിംഗ് ബാഗിലായിരുന്നു ഞാൻ ക്രീം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെയ്ത് ഇതൊക്കെ ശീലമായി. പണ്ടൊക്കെ മറ്റു ഹോം ബേക്കേഴ്സിന്റെ വീഡിയോസിൽ ഈ ഒരു വരയിടുന്ന ഡിസൈൻ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അയ്യോ ഇതൊക്കെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ ഈസി ആയിട്ടാണ് തോന്നിയത്. 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലും നമ്മൾ സെയിം കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ലാവൻഡറും വൈറ്റും. ഈ ഒരു നോസിൽ വെച്ചിട്ട് മുകളിൽ ഒരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സിമ്പിളായിട്ട് 3 വൈറ്റ് ഫ്ലവർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് സെയിൽ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഫ്ലവർ ഉണ്ടാക്കലായിരുന്നു. എന്നാൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം തിരക്കും കാര്യങ്ങളും കൊണ്ട് വളരെ ചുരുക്കം മാത്രമേ ഫ്ലവർ ഡിസൈൻ ചെയ്യാറുള്ളൂ. എൻ്റെ അടുത്ത് 3-4 ടൈപ്പ് ഫ്ലവർ നോസിലുണ്ട്. അതിൽ ഈ ഒരു വാഞ്ഞ ടൈപ്പിലുള്ള നോസിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ടോട്ടൽ 3 ഫ്ലവർ ആയിരുന്നു ഈ കേക്കിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈഡിലായിട്ട് കുറച്ച് ലീഫ് വരച്ചു കൊടുത്തു, ഫോണ്ടന്റ് കൊണ്ട് നെയിമും കൊടുത്തു, ഒരു ബട്ടർഫ്ലൈയും കൂടി വെച്ച് കൊടുത്തിട്ട് കേക്കിന്റെ ലുക്ക് ഫിനിഷ് ചെയ്തെടുത്തു. 2 ടയർ കേക്കിൽ നമ്മൾ ഒരു പ്രത്യേക ഡിസൈനിലാണ് നെയിം കൊടുക്കുന്നത്. ഇപ്പോൾ ബർത്ത്ഡേ ഗേളിന്റെ നെയിം അനർഗയ എന്നാണ്. അതിൽ 8 ലെറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വൈറ്റ് കളർ ഷുഗർ പേസ്റ്റ് പരത്തി എടുത്തിട്ട് റൗണ്ട് കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ 8 റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ കട്ടറിന്റെ വലിപ്പം കുറച്ച് കൂടുതലായി തോന്നിയത് കൊണ്ട് ഞാൻ CMC പൗഡറിന്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഷുഗർ പേസ്റ്റിൽ ബ്ലൂ ആൻഡ് പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് ലാവൻഡർ കളർ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള നെയിം കട്ടർ ഉപയോഗിച്ചിട്ട് ഓരോ ലെറ്ററും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ കട്ട് ചെയ്ത ലെറ്റേഴ്സ് ഒക്കെ ഈ റൗണ്ടിന്റെ നടുക്കായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരുപാട് 2 ടയർ കേക്കിൽ ഞാൻ ഇതുപോലെയാണ് നെയിം കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. സ്ക്വയർ കേക്കിൽ വൈറ്റ് കളർ ഫോണ്ടനിലായിരുന്നു നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇന്ന് എടുത്തിട്ടുള്ളത് റിച്ചിന്റെ ഡയറി ക്രീം എന്ന് പറയുന്ന പുതിയൊരു ക്രീമാണ്. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ മിഠായിയുടെയൊക്കെ പോലുള്ള നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് ഓക്കെയാണ്, പക്ഷെ റേറ്റിന്റെ കാര്യത്തിൽ ഫിയോനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. കേക്ക് കഴിച്ചിട്ട് കസ്റ്റമർ നല്ല ഹാപ്പിയാണ്, കേക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അത് എടുത്തു വെച്ചു, സൈഡിൽ ബോർഡറും കൂടി കൊടുത്തു. പിന്നെ 3 കളറിലായിട്ടുള്ള ഫ്ലക്സ് ബോൾ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, വൈറ്റ്, ഗോൾഡ്, പിന്നെ ലാവൻഡർ. പിന്നെ ബോർഡിൽ നെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഞാനിവിടെ പർപ്പിൾ കളറിൽ തന്നെ 2 ടൈപ്പ് ബട്ടർഫ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഷുഗർ ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും പിന്നെ 1 എന്നുള്ള ടോപ്പർ ഞാൻ പ്രിന്റ് എടുത്തിട്ടുള്ളതാണ്. അത് കട്ട് ചെയ്തിട്ട് സൈഡിലായിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്യണേ. അപ്പൊ ഈ കേക്ക് നമുക്ക് ഡെലിവറി കൂടി ചെയ്യാനുണ്ടായിരുന്നു. കല്ലായി പാലത്തിന്റെ അടുത്തായിരുന്നു ഡെലിവറി വരുന്നത്. ഒരുപാട് ദൂരമൊക്കെ 3 ടയർ കേക്ക് വരെ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു കേക്കിന്റെ ഡെലിവറി കുറച്ച് നെഞ്ചെടുപ്പുണ്ടാക്കി. കാരണം പാലം കഴിഞ്ഞിട്ടുള്ള റോഡ് കുറച്ച് കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. ഇതുപോലുള്ള ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഓർഡറൊക്കെ സേഫായിട്ട് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഇത് അവരുടെ കയ്യിൽ എത്തിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അവര് കേക്ക് മുറിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഓരോ കേക്കും എത്തിക്കുന്നത്. ഇപ്പൊ തട്ടലും മുട്ടലും ഇല്ലാതെ സേഫായിട്ട് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവര് മുകളിൽ വന്നിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് പോയി. അപ്പൊ കേക്കൊക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന വഴിയിൽ അഞ്ചരക്കണ്ട് മൈലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു കല്ലുമ്മക്കായ് കിട്ടുന്ന സ്പോട്ട് ഉണ്ട്. അപ്പൊ അവിടെ കയറി 3 കല്ലുമ്മക്കായും 2 പരിപ്പ് വടയും വാങ്ങി കഴിച്ചു. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.